ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് എഴുന്നേറ്റത്. കാരണം സൺഡേ ആയതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റ് ആകും കേട്ടോ എഴുന്നേൽക്കാനായിട്ട്. ഇല്ലെങ്കിൽ 6 മണിക്ക് എഴുന്നേൽക്കും. ആമിക്കുന്ന സ്കൂളിലൊന്നും പോകേണ്ടാത്ത ദിവസം ആയതുകൊണ്ട് കുറച്ചൊന്ന് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. രാവിലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു തത്തമ്മ വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ വീടിന് ചുറ്റും ഒരുപാട് തത്തമ്മ ഇങ്ങനെ വരാറുണ്ടെങ്കിലും വീഡിയോ എടുക്കാൻ നേരം ഒന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കണ്ടതാണ്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഒന്ന് നോക്കി നിന്നതിന് ശേഷം ഞാൻ ഓർത്ത് രാവിലെ തന്നെ വന്നിട്ട് കുറച്ച് ചെടികളൊന്ന് മാറ്റി വയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്യാമെന്ന് കരുതി. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ട് നമുക്ക് പണികളൊക്കെ ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചത് എന്തായാലും രാവിലെ ഒന്ന് ഗാർഡനിങ്ങിന് ഇറങ്ങാമെന്ന്. അപ്പോൾ കുറച്ച് പുതിന മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തണ്ടുകൾ ഇങ്ങനെ വേരുള്ളതുണ്ടായിരുന്നേ. അതൊക്കെ ഞാൻ ബാൽക്കണിയിലെ പോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ ഇപ്പോൾ ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് രാവിലെ തന്നെ ചെയ്യാനുള്ളൊരു കാരണം നമ്മുടെ സ്റ്റൗവിൽ ഫ്ലെയിം വളരെ കുറച്ചാണ് കത്തുന്നത്. അപ്പോൾ ഇതിനെന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റൗ മേടിച്ചിട്ട് ഒരു 10 വർഷം ആവുന്നു. അപ്പോൾ ഇതിനിടയിൽ 2 തവണയാണ് ഇതിങ്ങനെ ഫ്ലെയിമിന് പ്രശ്നം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു തവണ ഞങ്ങളിങ്ങനെ ബർണർ മാറ്റി മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ മാസങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും അതേമാതിരി ഒരു പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അർബനിൽ നിന്ന് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അർബൻ എന്ന് പറയുന്നൊരു ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള അത്യാവശ്യത്തിനുള്ള പണികൾ ചെയ്യാനുള്ള ആൾക്കാർ നമുക്കതിൽ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നത്തെ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ എന്തായാലും ഈ ഒരു അർബനിൽ നിന്ന് ഹസ്ബൻഡ് തന്നെ ആളിനെ ബുക്ക് ചെയ്തു. അപ്പോൾ രാവിലെ ഒരു 8:30 സ്ലോട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അയാൾ വരും. അതിന് മുന്നേ ഞാൻ ഓർത്ത് എന്തായാലും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സ്റ്റൗ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന്. ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണെങ്കിലും ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമുക്കിന്ന് വേറെ വലിയ പണികളൊന്നും ഇല്ലല്ലോ. പിന്നെ ഇപ്പോൾ അയാൾ വന്ന് പോയതിന് ശേഷം വേണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ലേറ്റ് ആയാലും പ്രശ്നമില്ല. ഇതിപ്പോൾ ചെറിയൊരു പണി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരും കേട്ടോ. എനിക്ക് തോന്നുന്നത് ബർണറിനല്ലാന്ന് തോന്നുന്നു പ്രശ്നം. അതിൻ്റെ ഉൾഭാഗത്ത് എന്തോ ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ബർണറൊക്കെ സെപ്പറേറ്റ് ക്ലീൻ ചെയ്തിട്ടിട്ട് നോക്കിയിട്ടും ഒന്നും ശരിയാവുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമുക്കൊരു ആളിങ്ങനെ വന്നിട്ട് ക്ലീൻ ചെയ്ത് തന്നപ്പോഴത്തേക്കും നമ്മളോടൊന്ന് പറഞ്ഞത് ഡെയിലി നൈറ്റ് കിടക്കുന്നതിന് മുന്നേ തന്നെ ബർണർ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൽ നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം ഈ ബർണറിനുള്ളിൽ കോക്കനട്ട് ഓയിലില്ലേ, അതായത് വെളിച്ചെണ്ണ, അതിങ്ങനെ തേച്ച് പുരട്ടി വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാനത് എപ്പോഴും ഒന്നും ചെയ്യാറില്ല കേട്ടോ, മറന്നു പോവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണോ എന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ പണി ചെയ്യാനായിട്ട് ആൾ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും മേലേക്ക് വന്നു. ആമി എന്നോടൊപ്പം നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് ഈ മണ്ണ് ഇങ്ങനെ ഞാൻ എടുത്തിട്ടിട്ട് കുറേ നാളാവുന്ന കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനി അധികം നാൾ ഇതിങ്ങനെ വെച്ചേക്കണ്ടെന്ന് കരുതിയിട്ട് കുറച്ച് നമുക്ക് റീപോട്ടിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഈ കത്തിരിക്കയുടെ 2 ചെടിയാണ് എൻ്റെ അടുത്ത് ഉള്ളത്. കുറേ നാളായി ഇതിങ്ങനെ വളർന്ന് നിൽക്കാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനിത് മാറ്റി നടണമെന്ന് കുറേ ആയിട്ട് വിചാരിക്കുന്നു. സമയം കിട്ടാത്തത് കൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും നമുക്ക് സമയമുണ്ടല്ലോ, രാവിലെ തന്നെ വന്നിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. എനിക്ക് മണ്ണിൻ്റെ അലർജിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനതൊന്നും ഇടാത്തത്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ മണ്ണ് നല്ല ഡ്രൈ ആയിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ നല്ല വെയിലായ കാരണം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിടക്കുകയാണ് മണ്ണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നനച്ച് ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ചെടി വെക്കാനുള്ളത്. അപ്പോൾ 2 ചെടിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 2 എണ്ണത്തിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് 2 പോട്ടിലേക്കാക്കി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മൗനത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും ഇന്നത്തെ ഈ ഒരു കാലത്തെന്ന് പറയുന്നത് അമിതമായ ദേഷ്യവും വല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ കടന്നു പോകുന്നതല്ലേ. നമുക്ക് ചുറ്റും എവിടെ നോക്കിയാലും വല്ലാത്തൊരു ദേഷ്യം പിടിച്ചിട്ടുള്ളൊരു ചുറ്റുപാടാണ് നമ്മൾ കണ്ടുവരുന്നത് പൊതുവെ.
അതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും ഇപ്പോൾ ഒരു ന്യൂസ് എടുത്താൽ പോലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കുറേ അധികം വാർത്തകളും കാര്യങ്ങളും ഒക്കെയാണ് കാണുന്നതല്ലേ. അപ്പോൾ അതുമായിട്ട് മൗനത്തിന് എന്താണ് പ്രസക്തി എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പല സിറ്റുവേഷനിലും നമ്മൾ മൗനം പാലിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ മനഃപൂർവ്വമായിട്ട് നമുക്ക് പല കാര്യങ്ങൾക്കും റിയാക്ട് ചെയ്യാനായിട്ട് തോന്നിയിട്ട് നമ്മൾ നമ്മുടെ തന്നെ കൺട്രോള് നമ്മളെ കയ്യിൽ നിൽക്കാതെ അതിര് കടന്ന് സംസാരിക്കുകയല്ലേ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. മുന്നത്തെ കാര്യമാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ചൊക്കെ കുറേ പറഞ്ഞിട്ടുള്ളതാണ് മുന്നത്തെ കുറേ വീഡിയോസിൽ, പഴയ നമ്മുടെ വ്ളോഗുകളിൽ. അപ്പോൾ ഒരുപാട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്ക് ഒരു ആശ്വാസം കിട്ടുമായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മുടെ പോയിൻറ്റ്സുകളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരിക്കലും ആ ഒരു രീതിയിലായിരിക്കില്ല കേട്ടോ എടുക്കുന്നത്. നമ്മൾ പ്രതികരിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ആയിരിക്കില്ല ചിലപ്പോൾ അവർ എടുക്കുന്നൊരു രീതി എന്ന് പറയുന്നത്. അവർ ചിലപ്പോൾ അതിനെ വേറൊരു രീതിയിൽ ഊഹിച്ചെടുത്തിട്ട് പിന്നെ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു എൻ്റെ ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കാനായിട്ട് വരുന്നൊരു ചുറ്റുപാടിനെ ആശ്രയിച്ചിരിക്കുകയല്ലേ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാനങ്ങനെ ഒരുപാട് തവണ പല കാര്യങ്ങളും പലരോടും എനിക്കങ്ങനെ പ്രതികരിക്കേണ്ടി വന്നപ്പോഴൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കുണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത്, എന്നെ മാറ്റി നിർത്തപ്പെടുകയുണ്ടായി. ശരിക്കും ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യമായിരുന്നില്ല അവർ അതിനെ അക്സെപ്റ്റ് ചെയ്തത്. പിന്നെ അതിനെ തന്നെ വളച്ചൊടിച്ച് വേറൊരു രീതിയിലോട്ടാക്കുകയും പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്ത ഒരു സിറ്റുവേഷൻ ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറച്ചു കാലം മുമ്പാണ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ദൃഢനിശ്ചയം എടുത്തൊരു കാര്യമാണ് ഇനി ഒരിക്കലും പ്രതികരിക്കില്ല എന്നുള്ളത്. പ്രതികരിക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നമ്മൾ പ്രതികരിക്കാതിരിക്കണമെന്നല്ല കേട്ടോ. ചില ആളുകളോട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ സംയമനം പാലിക്കുന്നത് തന്നെയാണ് നല്ലത്. എനിക്കിത് എൻ്റെ അച്ഛൻ പണ്ടേ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. പക്ഷേ എന്നാലും നമ്മുടെ ഒരു പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയും എല്ലാം കാരണം നമ്മൾ ചിലപ്പോൾ പ്രതികരിച്ച് പോവുമല്ലേ. നമ്മളൊക്കെ മനുഷ്യരല്ലേ, നമ്മളെത്രയെന്ന് വിചാരിച്ചിട്ടാണല്ലേ പ്രതികരിക്കാതിരിക്കുന്നത്. അങ്ങനെ നമ്മളിൽ പലരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ അതിനേക്കാൾ ഏറ്റവും നല്ലൊരു വഴിയെന്ന് പറയുന്നത് നമ്മുടെ മൗനം തന്നെയാണ് കേട്ടോ. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ കൂടുതൽ പ്രകോപിപ്പിക്കാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവരെ അടക്കി നിർത്താനും സാധ്യതയുള്ളൊരു കാര്യമാണ് മൗനം എന്ന് പറയുന്നത്. മൗനം എന്ന് പറയുന്നത് 2 അക്ഷരത്തിലെ ഒരുപാട് വലിയ കാര്യമാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ സിറ്റുവേഷൻസ് പോലും നമുക്ക് നമ്മുടെ മൗനത്തിലൂടെ പരിഹരിക്കാനായിട്ട് പറ്റും. ഒരുപാട് വലിയ സങ്കീർണതയിലൂടെ പോകുന്ന അല്ലെങ്കിൽ എന്തോ ഒരു വലിയൊരു കാര്യം സംഭവിക്കാൻ വേണ്ടി ഇരുന്നൊരു കാര്യത്തെ പോലും നമ്മുടെ സൈലൻസ് കൊണ്ട് അതിനെ നമുക്ക് മറികടക്കാനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, സൈലൻസിലൂടെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ കാമായിട്ട് ഇരുത്താനും നമുക്ക് കുറേ കൂടി സമാധാനം ഉണ്ടാവാനും, മറ്റുള്ളവരെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴാണല്ലോ നമുക്ക് സംസാരിക്കാൻ തോന്നുന്നത്. മൗനമായിട്ട് ഇരിക്കുമ്പോൾ നമ്മളിൽ തന്നെ ഫോക്കസ്ഡ് ആവുകയും നമ്മുടേതായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായ സന്തോഷങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുകയും ചെയ്യും എന്നെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് സംസാരം എപ്പോഴും വളരെ കുറച്ച് മാത്രം ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാമല്ലേ. അതിപ്പോൾ നമ്മുടെ പാർട്ട്ണർ തന്നെ ആവണമെന്നില്ല, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ അയൽപ്പക്കക്കാരായിരിക്കാം. അവരെയൊക്കെ നമ്മൾ ഒരു സൈലൻസിലൂടെ ഒതുക്കി നിർത്തുക. അങ്ങനെയും നമുക്ക് അവരെ ഒഴിവാക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ അവരെ അകറ്റി നിർത്തുക കേട്ടോ. അങ്ങനെയുള്ള ആളുകളെ ഒരിക്കലും നമ്മൾ കൂടെ കൊണ്ടുപോകരുത്. നമ്മുടെ തന്നെ ഭാവിക്കും നമ്മുടേതായ സന്തോഷങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നൊരു കാര്യമായിരിക്കും അത്. അതുകൊണ്ട് സൈലൻസ് എപ്പോഴും നല്ലതാണ് കേട്ടോ. ഒരു കണക്കിന് നമ്മൾ സൈലൻ്റായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരു ദോഷം ഉണ്ടാകത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 2 കൈ കൂട്ടിയിടിക്കുമ്പോഴാണല്ലോ ശബ്ദം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. 2 കൈ കൂട്ടി ശബ്ദം അടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയൊരു പ്രശ്നം തന്നെ ഒഴിവാകുമല്ലേ. അതുപോലെ തന്നെ മറ്റൊരു പഴഞ്ചൊല്ല് ഞാൻ കേട്ടിട്ടുള്ളത് സൂര്യനെ നോക്കി കുരയ്ക്കുന്ന നായയെ പറ്റി. അതായത് സൂര്യൻ എന്നും രാവിലെ ഉദിക്കുന്ന സമയത്ത് ഒരു നായ വന്ന് അതിനെ നോക്കി കുരച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ സൂര്യൻ എന്താണ് ചെയ്യുന്നത്? സൂര്യൻ അവിടെ സൈലൻ്റായിട്ട് ഇരുന്നുകൊണ്ട് അതിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കും അല്ലേ.
ഈ നായ്ക്കൊപ്പം സംസാരിക്കാനോ അല്ലെങ്കിൽ എതിർക്കാനോ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ല എന്നുണ്ടെങ്കിലുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്രത്തോളം പ്രശ്നങ്ങളായിരിക്കില്ലേ നമ്മുടെ ഈ ലോകത്ത് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മളും ഉദിച്ചുയരുന്നൊരു സൂര്യനാവുക. നമ്മുടെ സൈലൻസ് കൊണ്ട് നമ്മുടേതായ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാം. അപ്പോൾ നമ്മളെ നോക്കി ശബ്ദിക്കുന്ന ആളുകൾ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കും. ഒരുപാട് നാൾ കഴിയുമ്പോൾ അവരുടെ വായി കഴിക്കുമ്പോൾ അവരങ്ങ് നിർത്തിക്കോളും കേട്ടോ. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് ചിലപ്പോൾ മണ്ടത്തരമായിരിക്കാം, ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കാം. അവരോട് തർക്കിച്ച് ജയിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ല കേട്ടോ. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വാലിഡ് പോയിൻറ്റ്സുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവരോട് എത്ര തർക്കിച്ചിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയില്ല എന്ന് കാണുമ്പോഴും നമുക്ക് സൈലൻസ് ആയിട്ടിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. പലപ്പോഴും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ പോയിൻറ്റ്സുകൾ വ്യക്തമാക്കാൻ സമ്മതിക്കാതെ, അതായത് അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന ആൾക്കാരോടും ഞാൻ മൗനമായിട്ടിരിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തോ വലിയ സംഭവമാണ്, സ്വയം വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് മനഃപൂർവ്വമായിട്ട് തർക്കിക്കാനായിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് നമ്മുടേതായ രീതിയിൽ സൈലൻ്റായിട്ട് ഇരിക്കാം. അവർ പറയുന്നത് ഒരു ചെറു പുഞ്ചിരിയോടെ തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അത് തെറ്റാണെന്നുള്ളതും അത് ശരിയല്ല എന്നുള്ളതും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മൾ അതിനോട് പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം രണ്ടു പേർക്കും ആ ബന്ധം എന്നും നിലനിൽക്കാനായിട്ട് ആ ഒരു മൗനം വളരെയധികം നമ്മളെ സഹായിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മൗനത്തോടു കൂടി തന്നെ നമുക്ക് ചില ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അകലം പാലിക്കുക. അതായത് വലിയതായിട്ട് നമുക്ക് അവരോട് ബഹളം വെച്ച് ദേഷിച്ച് അവരെ മുമ്പിൽ നമ്മൾ വലിയ സംഭവമാണെന്ന് തെളിയിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് അവരോടുള്ള അനിഷ്ടം നമ്മളത് പറയാതെ തന്നെ മൗനം പാലിച്ചുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം. അതും രണ്ടുപേർ തമ്മിലുള്ള ഒരു ബന്ധത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ സ്റ്റൗവിൽ ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് അതിൻ്റെ അടിഭാഗത്തുള്ളൊരു നട്ട് ഇങ്ങനെ ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു ലൂസായി കിടന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റൗവിൽ ഫ്ലെയിം വരാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് സൺഡേ ആയിട്ട് കുറച്ച് താറാവ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ അടുത്ത ഇടയ്ക്കായിട്ട് ഇവിടെ അടുത്തൊരു ഷോപ്പിൽ കണ്ടതാണ്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പിലാണ് ഇതുപോലെ താറാവിൻ്റെ ഇറച്ചി വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. അതിനിടയിൽ തന്നെ ഞാൻ സവോളയും ഉള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുത്തു. പിന്നെ നമുക്ക് കുറച്ച് മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി ഞാൻ ആ ഒരു ട്രേയിലേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളിന്നിപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് കറി വയ്ക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഈ ഒരു മൺചട്ടി നോൺ വെജ് കറികൾ മാത്രം വെക്കാനായിട്ട് എടുക്കുന്നതാണ്. മീൻ വെക്കാറില്ല കേട്ടോ. നോൺ വെജ് ചിക്കനും മട്ടനും ഒക്കെ കറി വയ്ക്കുന്ന ഒരു ചട്ടിയാണിത്. നല്ല കട്ടിയുള്ളൊരു ചട്ടിയാണ് കേട്ടോ. നല്ല നമുക്ക് നല്ല കറക്റ്റായിട്ട് പാകത്തിന് കിട്ടും. സീസൺ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ജീരകവും മുഴുവൻ ഗരം മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് തന്നെ ചേർക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും വെളുത്തുള്ളിയും ലേശം ഉപ്പും ഒരു പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് വഴണ്ട് വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ നമ്മുടെ താറാവ് 3 വിസിൽ കേട്ടിട്ട് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന താറാവ് ഇവർ കട്ട് ചെയ്തപ്പോൾ ചെറുതായിട്ടാണ് കട്ട് ചെയ്ത് തന്നത്. ആ ഒരു ചെറിയൊരു സംഭവമാണ് എനിക്ക് തോന്നിയത്. കുറച്ചും കൂടി വലിയ പീസായിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാവർക്കും കഴിക്കാനായിട്ട് എടുത്ത് കഴിക്കാനുള്ളൊരു പാകത്തിന് ഉണ്ടായിരുന്നേനെ. നമ്മൾ പറഞ്ഞത് ചെയ്യിക്കണമായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ടൈം മേടിക്കുമ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതുന്നു. സവോളയും ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുളകും മല്ലിയും കൂടെ ഞാൻ ഒരുമിച്ചാണ് ഇത്തവണ പൊടിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ നോൺ വെജ് കറികൾക്ക് മീൻ കറിക്കൊക്കെ ഒരേ പാകത്തിന് മുളകും മല്ലിയും കൂടി പൊടിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും എല്ലാം കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന താറാവും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറിയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കുക്കറിൽ ഈ താറാവ് വേവിച്ചപ്പോഴത്തേക്കും കുറച്ച് വെള്ളം ചേർത്തായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഇറച്ചിയിലുള്ള വെള്ളം കുറച്ചൊന്ന് പറ്റി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചൊന്ന് അടച്ചു വെച്ചേക്കുവാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 2-ാം പാൽ ഒഴിച്ചിട്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പൊക്കെ ഒന്ന് പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കുക്കറിൽ വേവിച്ചിട്ടുള്ള വെള്ളം ഇതിൽ കിടന്ന് കുറച്ചൊന്ന് പറ്റി വന്നു. ഇനി നമ്മളിതിലേക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഈ 2-ാം പാലിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയും ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് വരും കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി വരുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും നോൺ വെജ് വെക്കുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു തോരനോ എന്തെങ്കിലും
ചാറ് കറിയൊക്കെ വെക്കാറുണ്ട്. നാട്ടിലുമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അപ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നമുക്ക് അച്ചിങ്ങ പയറാണുള്ളത്, അത് ഞാൻ എടുത്ത് വെച്ചു. ഇതിനിടയിൽ തന്നെ രണ്ടാം പാലിൽ കിടന്നിട്ട് നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് വെന്ത് വന്നു. അതിനുശേഷം നമ്മൾ ലാസ്റ്റിലേക്ക് ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിള വന്നതിന് ശേഷം ഓഫാക്കി വെച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് നന്നായിട്ട് തന്നെ കറിവേപ്പില ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തു. കറിവേപ്പില ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്, നല്ല നാടൻ കറിയുടെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താറാവ് കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഞാനിത് ഫസ്റ്റ് ടൈം വെച്ചപ്പോൾ തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളോട് എന്തായാലും ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ മുന്നേ ഇത് വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ 1-2 യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ടൊക്കെയാണ് വെച്ചത്. എന്നാലും എൻ്റെ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഞാനിത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിനിടയിൽ തന്നെ അച്ചിങ്ങ പയറൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തോരന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ റെഡിയാക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്തില്ലേ, അത് തന്നെയാണ് കേട്ടോ ഈ ഒരു തോരനിൽ ചേർക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിനിയിപ്പോൾ തേങ്ങ ചിരകാനായിട്ട് മടിയാണ്. അപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് ഉള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലേ. പക്ഷേ ഈ തേങ്ങയിൽ ഒരുപാട് പാല് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ പിഴിഞ്ഞെടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഈ ഒരു തേങ്ങാക്കൊത്ത് ഇട്ടിട്ടും തോരന് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മുളകും മല്ലിയും കൂടി പൊടിച്ച് ആ പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ തോരന് ചേർത്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് പപ്പടം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വറുത്തിട്ട് താളിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പപ്പടം വറുത്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. നാട്ടിൽ എൻ്റെ അമ്മയൊക്കെ ചെയ്യാറുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേട്ടൊന്ന് വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ് കേട്ടോ. താറാവ് കറിയും മോര് കറിയും അതുപോലെ പപ്പടം പൊള്ളിച്ചതും പപ്പടം വറുത്തതും അച്ചിങ്ങപ്പയർ തോരനും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയൊക്കെ മേടിച്ചിട്ട് അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ബസന്ത് നഗർ ബീച്ചിലാണ് വന്നത് കേട്ടോ. കുറേ നാളാവുന്നു ബീച്ചിലേക്ക് വന്നിട്ട്. അപ്പോൾ ആമിയും കൊണ്ടൊന്ന് വരാമെന്ന് കരുതി. കാരണം അവൾക്കിപ്പോൾ എക്സാമൊക്കെ ആയ കാരണം കൊണ്ട് ഞങ്ങൾ പുറത്തൊന്നും പോകുന്നില്ലായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും കൊണ്ട് പുതിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലൊരു സെറ്റപ്പ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്കാണെന്ന് തോന്നുന്നു ഇത് വന്നത്, എനിക്കറിയത്തില്ല കേട്ടോ നേരത്തെ ഉണ്ടോയെന്ന്. അപ്പോൾ അവിടെ എൻട്രി ഫീ ഫ്രീ ആണെന്ന് എഴുതി വെച്ചേക്കുന്ന കണ്ടിട്ടാണ് ഞങ്ങൾ കയറിയത്. സംഭവം അതിനകത്ത് കയറുമ്പോഴത്തേക്ക് ഓരോ റൈഡിൽ കയറാനും നമ്മൾ സെപ്പറേറ്റ് ഫീസ് അടയ്ക്കണം. കൊള്ളാം കേട്ടോ, വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു റൈഡിലും ഞാൻ കയറിയിട്ടില്ല കേട്ടോ. ഹസ്ബൻഡും മോളുമാണ് എല്ലാത്തിലും കയറിയത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ഫെസ്റ്റൊക്കെ നടക്കുമ്പോൾ ചെയ്യുന്നൊരു സെറ്റപ്പില്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പിനാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഹസ്ബൻഡും മോളും ഒക്കെ അതിലൊക്കെ ഒന്ന് കയറി. ഞങ്ങൾ ബീച്ചിലേക്ക് വരാനുള്ളൊരു മെയിൻ കാരണം തന്നെ ഒന്ന് റിലാക്സ്ഡ് ആവണമെന്ന് തോന്നി കേട്ടോ. കുറേ നാളായി ഞങ്ങളിങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് ഭയങ്കര ഒരു ബോറടി തോന്നി തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ എന്തായാലും ഈ ഒരു ബീച്ചിലേക്ക് വരാമെന്ന് കരുതിയത്. പ്രത്യേകിച്ച് വൈകുന്നേരം സമയത്ത് ഇവിടുത്തെ ബീച്ചിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖമാണ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. മറീന ബീച്ചിൽ ഞങ്ങളങ്ങനെ പോകാറില്ല കേട്ടോ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ വരുമായിരുന്നു. കാരണം മറീന ബീച്ചിൽ അത്രയും സേഫ് അല്ല, കൂടുതലും കപ്പിൾസൊക്കെയാണ് വരുന്നത്. നമുക്ക് മക്കളെയൊക്കെ കൊണ്ടുപോയി അവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെന്നൈയിലുള്ളവർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എപ്പോഴും ഫാമിലിയായിട്ട് വരാൻ പറ്റിയൊരു ബീച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബസന്ത് നഗർ ബീച്ചാണ്. പിന്നെ ഈ ഒരു ബീച്ചിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ നാടോടിക്കാറ്റിലെ ദാസനും വിജയനും ഗൾഫെന്ന് വിചാരിച്ചിട്ട് നീന്തി കയറുന്ന ബീച്ചുണ്ടല്ലോ, അത് ഇതാണ് കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്തേക്കുന്നത്. ആ ഒരു കോട്ടയൊക്കെ ഇതിൻ്റെ പുറകിലായിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് കാണിച്ചു തരാം. വീഡിയോ ഞാൻ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഈ ബീച്ചിൽ വരുന്നതിൻ്റെ വീഡിയോ ഒക്കെ കുറേ ഇട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് വന്നപ്പോഴത്തേക്കും എന്തോ ഒരു പ്രത്യേകതയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഇരിക്കുന്ന ആളിനെ കണ്ടോ, ഇയാൾ അവിടെ കിളി ജോത്സ്യം നോക്കാനായിട്ട് ഇരിക്കുന്നതാണ്. ഞങ്ങൾ മുന്നേ മറീന ബീച്ചിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ കൈനോട്ടക്കാരി അമ്മച്ചിമാർ ഇരിക്കുമായിരുന്നു. ഫുൾ പറ്റിപ്പാണ് കേട്ടോ, ഭയങ്കര ഉടായിപ്പാണ്. അങ്ങനെ ഇപ്പോൾ അവരെയൊന്നും കാണാറില്ല. ഇപ്പോൾ ഈ കിളി ജോത്സ്യമായിട്ടാണ് ആൾക്കാർ ഇറങ്ങിയേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു കടയിൽ നിന്ന് വൈകുന്നേരം ഒരു ബ്രെഡ് ഓംലെറ്റ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ പിസ്സ ടവർ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് കേട്ടോ. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് റൺ ചെയ്യുന്നൊരു ഷോപ്പാണ്. ഇവിടെ ഫുള്ള് മറ്റേ
മീൻ പൊരിച്ചതും മീനിൻ്റെ കടയും ബജിക്കടയും അങ്ങനത്തെയൊക്കെ സെറ്റപ്പുകളാണ്. ഞങ്ങൾ മുന്നേയൊക്കെ വരുമ്പോഴത്തേക്ക് മീൻ മേടിച്ച് കഴിക്കാമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ കഴിക്കാറില്ല, ടേസ്റ്റ് നമുക്ക് പറ്റുന്നില്ല. മുന്നേ ആദ്യമൊക്കെ നല്ല ടേസ്റ്റിനുള്ള മീനൊക്കെ കിട്ടുമായിരുന്നു, ഫ്രഷ് മീൻ പിടിച്ച് വറുത്ത് തരുന്നതാണ്. അപ്പം നിങ്ങൾക്കത് ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല കേട്ടോ. ഇതൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ നാട്ടിൽ കിട്ടുന്ന മീനിൻ്റെ ടേസ്റ്റ് അല്ല ഇവിടുത്തെ മീനിന്. പൊതുവേ നമ്മൾ മേടിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബീച്ചിലുള്ള മീനാകുമ്പോൾ ഡയറക്റ്റ് പിടിച്ച് വറുക്കുന്നതുകൊണ്ട് അതിനും വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങളിപ്പോൾ അങ്ങനെ മീൻ മേടിച്ച് കഴിക്കാറില്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ആമിക്ക് ഇതുപോലെ ഈ ബബിൾസിൻ്റെ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ച് കൊടുത്തു. അപ്പം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് വന്ന് ബീച്ചിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. ഞാനിങ്ങനെ കടലിനുള്ളിലേക്ക് ഇറങ്ങാറില്ല. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കുമല്ലോ, ഞാനങ്ങനെ വെള്ളം നനയ്ക്കാറില്ല, കാലിൽ വെള്ളം നനയ്ക്കാറില്ല കേട്ടോ. എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ കടാപ്പുറത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഒറ്റയ്ക്ക് ഇങ്ങനെ ഏകാന്തമായി ഇരിപ്പുണ്ടായിരുന്നു. ആമിയും എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഹസ്ബൻഡ് പോയിട്ട് കാലൊക്കെ നനച്ചിട്ട് വന്നു. പിന്നെ തിരിച്ച് പോയപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇരുട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഈ ഒരു കോട്ടയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇന്നത്തെ സായാഹ്നം ഞങ്ങൾ ബസന്ത് നഗർ ബീച്ചിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കുവാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഞായറാഴ്ചയുടെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി മറ്റന്നാൾ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.